Hi, welcome to your channel Minu's Tiny Craft. ഇന്ന് നമ്മൾ ഈ ഒരു ബൾബ് വെച്ച് നമ്മളൊരു ഓണം ക്രാഫ്റ്റ് ആണ് ചെയ്യുന്നത്. ആക്ച്വലി നമ്മളൊരു മാവേലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇതുപോലത്തെ CFL ബൾബൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഇനി ഇതരോട്ട് നമുക്കൊരു എന്താ പറയുക, അലുമിനിയം ഫോയിൽ നമുക്ക് ഇതരൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ക്ലേ ഒക്കെ ഒന്ന് സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയാണ്, അതിനൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ വെച്ചത്. ഇനി നമ്മൾ മോൾഡ് ക്ലേ ആണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇതൊന്ന് നമുക്കറിയാമല്ലോ 2 പീസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് നമുക്ക് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. നമുക്ക് ഒന്ന് പരത്തിയിട്ട് നമുക്ക് മാവേലിയുടെ മുഖമായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം നമ്മളിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. കുറച്ച് ഷേപ്പൊക്കെ ആയിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇങ്ങനെ ഇനി നമ്മൾ മുടിക്ക് നമ്മളിതുപോലെ ഓരോ പീസുകൾ എടുത്തിട്ട് നമ്മൾ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിതുപോലെ ക്ലേ ഒന്നിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു അടിഭാഗമൊക്കെ ഒന്ന് വളച്ചു കൊടുക്കാം, മുടിയുടെയൊക്കെ ആ ഒരു ഷേപ്പിൽ. ഇതുപോലെ കുറേ എണ്ണം നമുക്ക് വെച്ച് കൊടുക്കണേ. ഇതുപോലെ നമ്മൾ വെച്ചെടുത്തിട്ടുണ്ട്. മുടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മാവേലിയുടെ മീശയാണ്. ഇതൊന്ന് നമുക്കിതുപോലെ 2 പീസ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കണം. ഉണ്ടോ? അപ്പം നമ്മുടെ മീശ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടിയ കണ്ണ് നമ്മൾ ചെറിയൊരു ബോൾ പോലെ വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. ഇനി മൂക്ക് നമ്മൾ വെച്ച് കൊടുത്തു. ഇനി നമ്മൾ പിരികമാണ്. അത് പുരികം ഇങ്ങനെ ചെറിയൊരു റോൾ എടുത്ത് നമ്മളൊന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇതൊക്കെ വെച്ച് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗം കൂടെ ഒന്ന് റെഡിയാക്കി കൊടുക്കുകയാണ്. ഇനി നമ്മൾ കളർ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ സ്കിൻ കളറാണ് കൊടുക്കുന്നത്. ഈ സ്കിൻ കളർ ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഓറഞ്ചും വൈറ്റ് കളറും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ലൈറ്റായിട്ടൊന്ന് ഓറഞ്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമുക്കൊരു സ്കിൻ കളർ കിട്ടുവേ. അപ്പം നമ്മൾ ഇത്രയൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. ബൾബിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ അടിച്ചിട്ടുണ്ട്, ബൾബിൻ്റെ ആ പാർട്ടൊക്കെ. ഇനി നമ്മൾ കണ്ണിനും മീശയ്ക്കൊക്കെ നമ്മൾ ബ്ലാക്ക് കളർ കൊടുക്കാൻ പോവാണ്. അപ്പം നമ്മൾ മുടിക്ക് എല്ലാം കളർ കൊടുത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കിരീടത്തിന് വേണ്ടി നമ്മൾ ഇതുപോലെ കുറച്ച് കാർഡ്ബോർഡ് വെച്ച് നമ്മളിങ്ങനെ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പീസും ഇങ്ങനെ ഒരു M ഷേപ്പൊക്കെ പോലെ ഇങ്ങനെ ഒന്ന് വെട്ടി ഇത് രണ്ടും കൂടെ കൂട്ടി ഒട്ടിക്കാൻ വേണ്ടിയാണ് നമുക്ക്. ഇനി ഇതുപോലൊരു സൂര്യനെ പോലെ നമ്മൾ ഒരെണ്ണം, അതും കിരീടത്തിൻ്റെ ബാക്ക് വശം നമുക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. ഇതുപോലെ ഒരു സർക്കിൾ വരച്ചിട്ട് M അങ്ങനെ ഇട്ട് കൊടുത്താൽ നമുക്ക് ഇതുപോലെ ഒന്ന് കിട്ടും. ഒരു V ഷേപ്പോ അങ്ങനെ വല്ലതും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിതുപോലെ കിട്ടും. ഇനി നമുക്കിതിന് ഗോൾഡൻ കളർ അടിച്ചു കൊടുക്കാം.
ഇനി ഇതുപോലെ മുണ്ടിന് നമ്മൾ വൈറ്റ് കളറാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഈ ബൾബിൻ്റെ അടിവശത്തിന് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളതും കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുടയൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. കുടയ്ക്ക് ഇതുപോലെ ബഡ്സാണ് നമ്മൾ എടുത്തേക്കുന്നത്. ബഡ്സിൻ്റെ സൈഡൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് നമ്മളൊരു ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു പേപ്പർ ഒട്ടിച്ച് കൊടുക്കുകയാണ് ബഡ്സിൻ്റെ. ഒന്ന് ചുറ്റി കൊടുക്കണം. നമ്മൾ കളറൊക്കെ ചെയ്യേണ്ടതാണ്, ബ്രൗൺ കളറൊക്കെ കൊടുക്കേണ്ടതാണ്. അപ്പം നമ്മളൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ മുകൾ ഭാഗത്ത് നമ്മൾ ഒരു ക്ലേയുടെ പീസും കൂടെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ. അപ്പം നമ്മുടെ കുട റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് കളറും കൂടെ കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇത് നേരത്തെ ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല, ഞാനൊന്ന് പാർട്ടായിട്ട് ചെയ്തെന്നേ ഉള്ളൂ. നമ്മൾ കൈ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. മാവലിക്ക് ക്ലേ ഒന്ന് വളച്ച് ഒരു കുഞ്ഞു പീസ് നമ്മൾ കൈപ്പത്തി പോലെ കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. 2 കൈയും വെച്ച് കൊടുത്തു. ഇനി ടൂത്ത് പിക്ക് വെച്ച് നമ്മളൊന്ന് ചെറിയ വിരലിൻ്റെയൊക്കെ ഒരു ഇംപ്രഷൻ ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇനി നമ്മൾ മാവേലിയുടെ ഡ്രസ്സ് തന്നെയാണ് ചെയ്യുന്നത്. ക്ലേ വെച്ച് നമ്മളൊരു ഇങ്ങനെയൊന്ന് പീസ് വെച്ച് കൊടുക്കുകയാണ്. മാവേലിയുടെ ആ പൊന്നാടയുടെയൊക്കെ ആ ഒരു ലുക്കാണ് നമ്മൾ വരുത്തുന്നത്. ഇനി ഷൂസ് നമ്മൾ റെഡിയാക്കുകയാണ്. ഇതുപോലെ ഒന്ന് വളച്ചൊക്കെ ഒന്ന് കൊടുക്കുക. നമ്മൾ കളർ കൊടുക്കുകയാണ്. പൊന്നാടയ്ക്ക് നമ്മൾ വൈറ്റ് കളർ തന്നെയാണ് കൊടുക്കുന്നത്. വൈറ്റും ഗോൾഡും കൂടെ ഒന്ന് മിക്സ് ചെയ്യാനാണ് നമുക്ക്. ഇനി നമ്മൾ ഗോൾഡ് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷൂസിന് ബ്ലാക്ക് കളർ കൊടുക്കാം. ഒരു തിൻ ബ്രഷ് വെച്ച് അടിക്കുന്നതാണ് നല്ലത്. നമ്മുടെ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്തോട്ടൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മളൊന്ന് സൂക്ഷിച്ചടിക്കുക. നമ്മൾ കയ്യിലൊക്കെ ഒന്ന് വളയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്.
മാലയും ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കളർ ചെയ്ത് കൊടുക്കാവേ. നമ്മുടെ ഡ്രസ്സിനൊക്കെ നമ്മളൊന്ന് ഗോൾഡൻ കളറൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഒരു സ്റ്റോണൊക്കെ ഇരിക്കുന്ന പോലെ നമ്മൾ റെഡ് കളറൊന്ന് അടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ചുണ്ടും കൂടെയൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ഈ കിരീടത്തിന് നമ്മൾ ആദ്യം വെട്ടി വെച്ച അത് രണ്ടും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് വെച്ചു കൊടുക്കുകയാണ്. നമ്മൾ ബാക്കിലെ ആ സാധനം ആ സൂര്യനെ പോലെ അതുമെല്ലാം നമ്മൾ വെച്ച് കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് ഒരു പ്രതലമാണ് വേണ്ടത്, അതൊന്ന് ഒട്ടിച്ചു വെക്കാൻ. ഇതുപോലെ ഒരു അടപ്പെടുത്തിട്ട് മൊത്തം ഞാൻ ക്ലേ തന്നെയാണൊന്ന് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ മാവേലിനെ അവത്തലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിനിയും ചെയ്യാൻ പോകുന്നത് കുറച്ച് വൂളിൻ ത്രെഡ് അതിങ്ങനെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്ലേ തേച്ചെടുത്ത് നമ്മൾ ഗ്രീൻ കളർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള ഏരിയയിലൊക്കെ നമ്മൾ വൂളൻ ത്രെഡ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അവിടെ നമ്മൾ ആദ്യമേ ഫെവിക്കോൾ ഒന്ന് തേച്ച് കൊടുത്തിട്ടാണ്. അപ്പം നമ്മുടെ മാവേലിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്കും ഷെയറൊക്കെ തന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് അപ്പം തന്നെ കിട്ടുള്ളേ. അപ്പോൾ എൻ്റെ ഓണാശംസകൾ എല്ലാവർക്കും കേട്ടോ. അപ്പം പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ.